ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഐ ഹോപ്പ് എവറി വൺ ഇസ് ഡൂയിങ് ഗ്രേറ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയ യാത്ര ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ ലൂക്കയിൽ നിന്ന് താല എന്ന് പറയുന്ന സ്ഥലത്തോടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ലൂക്കയിൽ നിന്ന് ഒരു 15 കിലോമീറ്റർ മാറിയാണ് ഈ താല സിറ്റുവേറ്റ് ചെയ്തേക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് അയർലൻഡ്സ് വൺ ഓഫ് ദി മോസ്റ്റ് ഹാപ്പനിങ് ഏരിയസ്. ഇറ്റ് ഈസ് എ പെർഫെക്റ്റ് ബ്ലെൻഡ് ഓഫ് മോഡേൺ ലൈഫ് സ്റ്റൈൽ, മോഡേൺ ഫെസിലിറ്റീസ് ആൻഡ് നാച്ചുറൽ ബ്യൂട്ടി. ഇവിടെ കുറേ മോൾസും റെസ്റ്റോറൻറ്റ്സും അതുപോലെ കുറേ ട്രെൻഡി സ്പോട്ട്സും ഉണ്ട്, മേക്കിംഗ് ഇറ്റ് എ ഹബ് ഫോർ യങ് പ്രൊഫഷണൽസ് ആൻഡ് സ്റ്റുഡൻസ്. അങ്ങനെ ഞാനിപ്പം താല വില്ലേജിലോട്ടെത്തി. ഞാൻ ഇറങ്ങിയ ബസ് സ്റ്റോപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അയർലൻഡിലെ വൺ ഓഫ് ദ വെരി ഫേമസ് ചർച്ചായ സെയിൻറ്റ് മെയിൽ റൂയിൻസ് ചർച്ച് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. സെയിൻറ്റ് മോൾറീൻസ് ചർച്ച് താലയിലുള്ള വളരെ പഴക്കമുള്ളൊരു ദേവാലയമാണ്. 8th സെഞ്ച്വറിയിൽ സെയിൻറ്റ് മോൾറെയിൻ എന്ന ഒരു ഐറിഷ് ബിഷപ്പാണ് ഈ ദേവാലയം സ്ഥാപിച്ചത്. താലയിൽ മൊണാസ്റ്റിക് കമ്മ്യൂണിറ്റിനെ രൂപീകരിക്കുകയും ചെയ്തു. സെയിൻറ്റ് മോൾറെയിൻസ് വിഷൻ വാസ് ടു ക്രിയേറ്റ് എ സ്ട്രിക്റ്റ് റിലീജിയസ് കമ്മ്യൂണിറ്റി ഫോക്കസ്ഡ് ഓൺ prayer ആൻഡ് ഡിസിപ്ലിൻ. The heart of this vision was the monastery, which included the church and a large surrounding area where the monks lived and studied. Rule of Saint Moulrain എന്നറിയപ്പെടുന്ന the monastic rules he developed were later adopted across Ireland, influencing many other religious communities. ചേർച്ചിൻ്റെ ഗ്രേവ് യാർഡ് എൻ്റെ അമ്മു ഭയങ്കര ഭംഗിയാട്ടോ. ഇവിടുത്തെ കുറേ ഏൻഷ്യൻ ഗ്രേവ് സ്റ്റോൺസും സെൽറ്റിക് ക്രോസസും എല്ലാത്തിനും ഓരോരോ കഥകളുണ്ട് പറയാൻ. ടുഡേ this church remains a peaceful place for worship and reflection, providing a quiet escape from the busy life of Tala. For both history lovers and those seeking spiritual peace, this church is a reminder of Ireland's rich religious history, connecting the past and the present. ഞാൻ ചെന്ന സമയത്ത് അവിടെ ഒരു മലയാളം സർവീസ് നടക്കുകയായിരുന്നു. നസറേത്ത് മാത്തോമ കോൺഗ്രിഗേഷൻ്റെ സർവീസ് ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത്. സുവിശേഷ ദൗത്യത്തിൽ പങ്കാളിയാകുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ഈ ദൗത്യ നിർവഹണത്തിൽ കഴിഞ്ഞ 100 വർഷം കൊണ്ട് കൈവരിച്ച നേട്ടങ്ങൾ പ്രശംസനീയമാണ്. അങ്ങനെ ഞാൻ പള്ളിയിൽ നിന്ന് ഇറങ്ങി ബെൽഗാഡ് സ്ക്വയർ സൈഡിലോട്ട് നടക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഈ വലിയൊരു ഷോപ്പിംഗ് സെൻറ്റർ കണ്ടത്, ദ സ്ക്വയർ താല. ഇതവിടുത്തെ വളരെ ഫേമസ് ഒരു ഷോപ്പിംഗ് സെൻറ്ററാണ്. ഈ ഷോപ്പിംഗ് സെൻറ്റർ ഓപ്പൺ ചെയ്തത് 23 ഒക്ടോബർ 1990-ലാണ്. ടെസ്കോ ആൻഡ് ഡാൻസ് സ്റ്റോഴ്സ് അയർലൻഡിലെ വളരെ 2 പോപ്പുലർ റീറ്റെയിൽ സ്റ്റോഴ്സാണിത്. നമുക്ക് എന്തായാലും ഡാൻസിലൊന്ന് കയറിയിട്ട് വരാം. ആ കാണുന്നതാണ് ഇവിടുത്തെ ട്രാം. അതിന് പറയുന്നത് ലൂവാസ് എന്നാണ്. മെയിൻ സിറ്റി ഏരിയാസിലെല്ലാം നമുക്ക് ട്രാം അവൈലബിൾ ആണ്. സോ എങ്ങോട്ടേലും ഒന്ന് പെട്ടെന്ന് പോകണമെങ്കിൽ ട്രാം വളരെ യൂസ്ഫുൾ ആണ്. അങ്ങനെ ഞാൻ എൻ്റെ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ആൽഡർവുഡ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഇപ്പോൾ വെയിറ്റ് ചെയ്യുന്നത്. നമുക്ക് W4 എന്ന് പറഞ്ഞൊരു ബസ് അപ്ലിക്കേണ്ടത്.
ഗൈസ് നമ്മൾ സക്സസ്ഫുള്ളി ബസ്സിൽ കയറി. ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു മുക്കാൽ മണിക്കൂർ എടുക്കും എൻ്റെ വീടിൻ്റെ അവിടെ ചെല്ലാൻ. അങ്ങനെ നമ്മൾ ലൂക്കനിൽ എത്തിയേക്കാണ് ഗൈസ്. ഇന്ന് വെതർ വലിയ കുഴപ്പമില്ലായിരുന്നു. ഇത് യൂഷ്വലി ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഒരുമാതിരി വല്ലാത്ത ക്ലൈമറ്റ്. കുറച്ചൊരു വെയിലുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് ആയപ്പോൾ പിന്നെ മഴയായിരിക്കും. കാറ്റ്, ഭയങ്കര കാറ്റും. നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇവിടുത്തെ ഒരു ക്ലൈമറ്റ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ചെറിയൊരു വീഡിയോ ആയിപ്പോയി. പിന്നെ എനിക്കും ഈ പറയുന്ന പോലെ സ്ഥലങ്ങളൊക്കെ ഞാനിങ്ങനെ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുകൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതുമല്ല, ബസ്സൊക്കെ കയറാൻ പോകുമ്പോൾ നമ്മൾ കറക്റ്റ് നോക്കി കയറണം, കറക്റ്റ് സ്റ്റോപ്പിൽ ഇറങ്ങണം. നമ്മൾ മിസ്സായി പോയാൽ പിന്നെ നമ്മൾ അത് ടാസ്ക്കാണ്. അതുകൊണ്ട് എനിക്ക് എല്ലാം കറക്റ്റ് ഫോക്കസ് ചെയ്തെടുക്കാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ നമുക്ക് ഓരോരോ വീഡിയോ ശരിയാക്കി വരാം. അപ്പം വീടെത്തും, അതുകൊണ്ട് ജസ്റ്റ് കുറച്ചുകൊണ്ട് നടന്നാൽ മതി. So thank you so much for watching the video. Make sure to subscribe to the channel for more videos.